Hello guys, welcome back to our YouTube channel, everyone. Yeah, so ഇന്നത്തെ വിഷയം is Nudila's Laundry Factory. അതെ. നൂദിലയുടെ അലക്കി വിളിപ്പിക്കൽ. അതെ, ഇനോഗ്രേറ്റഡ് ബൈ റിയാസ്. എന്റെ വല്യണ്ണ. അതെന്താ ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സംഭവം പറയാം. ഷാനവാസ് നെവിൻ ഇഷ്യൂ വന്നത്. അത് വന്നതിന് കാരണം തന്നെ ആദിലയായിരുന്നു. കാരണം ആദില നെവിനോട് പറഞ്ഞ ഒരു കമന്റ് എന്താണ്, നിന്റെ ഈ വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കണ്ട എന്നുള്ള ഒരു സംഭവം. അപ്പൊ അതിൽ പിടിച്ച് നെവിൻ കയറിയപ്പോഴേക്കും ആദിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നേരെ ഷാനവാസിനോട് പോയി ചോദിച്ചു, എന്താണ് നെവിൻ ഇങ്ങനെ ചെയ്തത്, അന്ന് അൺകംഫർട്ടബിൾ ആയില്ലേ, അപ്പൊ ആ കാര്യത്തെ പറ്റി എടുത്തിടട്ടെ എന്ന് ചോദിച്ചു. ഷാനവാസ് ആണെങ്കിൽ എന്ത് പാസം, തങ്കച്ചി പാസത്തില് നേരെ പോയി എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. റിയാസ് എത്തിയപ്പോഴേക്കും കഥ ഫുൾ മാറി. ആൻഡ് നമ്മള് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ തന്നെ എന്താണ്, അനീഷിനോട് ചോദിക്കുവാണ് റിയാസ് എന്താണ് ഇവിടുത്തെ ഗോസിപ്പ്. അപ്പൊ അവൻ പ്ലിങ്കും റിങ്കും ചുങ്കൂരെ കാര്യം അതൊന്നും അളിയെ ദഹിക്കത്തില്ല. അപ്പം ആദില വെളിന്ന് പറയാം, നിങ്ങൾ ഇങ്ങനെ റിയാലിറ്റി ഒന്നും പറയുന്നത് ഗോസിപ്പ് പറയാം. അപ്പോഴാണ് അനീഷ് ശരിക്കുള്ള റിയാലിറ്റി പറഞ്ഞു കൊടുത്തത്. അതെ, അപ്പോഴേക്കും അനീഷ് നെവിന്റെ കാര്യം പറഞ്ഞു. അപ്പോഴും ആദിലയുടെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു ആ കാര്യം പറയാൻ വേണ്ടി. സൂപ്പർ പിന്താങ്ങലായിരുന്നു. അതെ, ഇതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് നമുക്ക് ഇനി വരാം. ഇതൊരു ബാക്ക് സ്റ്റോറി പറഞ്ഞതാണ് കണ്ടിട്ടില്ലാത്തവർ. ആൻഡ് പുതിയ എപ്പിസോഡ് വന്നപ്പോഴേക്കും ജയിൽ നോമിനേഷൻ. ഒബ്വിയസ്ലി എല്ലാവരും ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത്. സെയിങ് എന്താണ്, ഗസ്റ്റിന്റെ ടാസ്ക് ടൈമില് ക്യാരക്ടറായിട്ട് നിൽക്കാതെ ക്യാരക്ടർ വിട്ടു നിന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ കണ്ട കഴിഞ്ഞ എപ്പിസോഡിൽ അവൻ ഫുൾ ടൈം ക്യാരക്ടറിൽ തന്നെ നിന്നത്. 10 പേര് ചേർന്ന് അവന്റെ ബാക്കി നടന്നപ്പോഴും ചവിട്ടി തെറിപ്പിച്ചപ്പോഴും എല്ലാം ഒരു നാണോ ഇല്ലാതെ അവൻ തൂത്തിട്ട് പറഞ്ഞു, ഇത് ടാസ്ക് ആയതുകൊണ്ട് ചെയ്യുന്ന ടാസ്ക് അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഉറപ്പായിട്ടും അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ക്യാരക്ടറിന് മുന്നേ നിന്നപ്പോഴാണ്. യൂണിഫോം നോട്ട് ദ പോയിന്റ്, യൂണിഫോം ഇടുന്നതിന് മുന്നേ അവൻ എന്നിട്ട് അപ്പോഴും പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ യൂണിഫോം ഇട്ടിട്ട് വരട്ടെ, നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ ചെയ്തോളാം. ഷാനവാസ് ഇസ് എ ബ്രില്യന്റ് ഗെയിമർ എന്ന് വേണം എനിക്ക് ശരിക്കും അതിൽ പറയാൻ വേണ്ടി. അയാൾ ആ കളി നന്നായിട്ട് കളിച്ചു. എന്താണ്, എന്റെ മാസ്റ്റർ ബ്രെയിനിന്റെ നല്ല പിന്താങ്ങളുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അനീഷ് വാസ് എ ഗുഡ് ഫ്രണ്ട് ടു ഹിം എന്ന് ഉറപ്പായിട്ട് പറയാം. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അനീഷ് ഷാനവാസിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര പേര് കുറ്റം പറഞ്ഞിട്ട്. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതും അങ്ങനെ ഷാനവാസ് വാസ് റൈറ്റ്. അങ്ങനെ റിയാസിന് അങ്ങനെ അവന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. അതല്ലല്ലോ ബിഗ് ബോസ്, ഓരോരുത്തർക്ക് ഓരോ ഗെയിം വേണമല്ലോ. ആൻഡ് യെസ്, കമ്മിങ് ബാക്ക് ടു ആദില ആൻഡ് ബിന്നി. ഒയ്യോ, ഇന്നത്തെ എപ്പിസോഡില് ബിന്നി സ്കോർ ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഇത്രയും ആരോഗ്യവും ഇത്രയും സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോക്കും, എന്റെ ദൈവമേ, ഇവളുടെ കയ്യിൽ ഒരു വെടിക്കോളം മരുന്നുണ്ടല്ലേ. അതെ, ബിന്നിയാണ് അത് ശരിക്കും ആ ഒരു ബ്രേക്ക് ഡൗൺ കൊണ്ടുവന്നത്. ഈ ഡിസ്കഷനിൽ ഷാനവാസ് വളരെ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു. അതിന് ഒരു റീസൺ എന്നുള്ളത് അതിലും കൂടിയാണ് ആദില തിരിച്ചപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ആദില വൺസ് വന്ന് ന്യായീകരിക്കാൻ തുടങ്ങി. നെവിനോട് ആദ്യമേ പോയി ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ച് നൈസായിട്ട് നെവിനെ കയ്യിലെടുത്ത് നേരെ വന്ന് നോമിനേഷൻ ചെയ്തപ്പോഴേക്കും ഷാനവാസിനെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒബ്വിയസ്ലി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അവളും ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കാര്യത്തിൽ നമ്മൾ ആദില നൂറേനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് വിമർശിച്ചത്. അതും കറന്റ് സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ആദില നൂറയ്ക്ക് ഭയങ്കര സൈബർ ബുള്ളിംഗ് ആണ് ഇപ്പൊ പുറത്ത്. അവർ അറിയുന്നില്ല അകത്ത് സംഭവിക്കുന്നുണ്ടെന്ന്. എന്റെ ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ വയ്യ, ഭയങ്കര ഇതാ ഇവരെ സപ്പോർട്ട് ചെയ്യണോ മറ്റേ ലക്ഷ്മിന്റെ വോയിസ്. അതേപോലെ റിയാസ് വന്ന് ആ ഒരു എന്താണ് ആ അടിച്ചമർത്തൽ ഏൽപ്പിച്ചപ്പോൾ പൊങ്ങിയ ഗ്രാഫ് നേരെ ലക്ഷ്മിയുടെയാണ്. അത് സമ്മതിച്ചു കൊടുക്കണം. കാരണം ലക്ഷ്മി ഇനി വേറൊന്നും പറയണ്ട, ലക്ഷ്മിയുടെ ഗ്രാഫ് ഓൾറെഡി പൊങ്ങി കഴിഞ്ഞു. അവൾക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ അവൾ 4th റാങ്കിംഗ്, ഇപ്പൊ അവളുടെ ഫസ്റ്റ് റാങ്കിംഗ്. യെസ്, അങ്ങനെയാണ് ഇപ്പൊ റീസെന്റ് അപ്ഡേറ്റ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ബിന്നി വരുന്നു, ബിന്നി ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ആദില ഒരു കുത്തിത്തിരിപ്പാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഈ കാര്യത്തിൽ നീയാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബിന്നി ഷൗട്ട് ഔട്ട് ചെയ്തു. ബിന്നി ഒന്നും പറഞ്ഞു, ഇങ്ങനെ ഒന്നും പറയില്ല, അങ്ങനെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പോയിന്റ് ഔട്ട് ചെയ്തു തന്നെ പറഞ്ഞു, അവൾക്ക് ഡബിൾ സ്റ്റാൻഡ് ആണ്. അതിൽ നീ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് ആണ്. ഇന്നലെ മൊത്തം റിയാസിനോട് നിന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അലക്കി ഇങ്ങനെ വിളിപ്പിക്കില്ല എന്ന് പറഞ്ഞു ബിന്നി. അതെ, ഉറപ്പായിട്ടും അതും റിയാസ് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അതിലേക്ക് നേരെ തിരിഞ്ഞത് ഷാനവാസിനെതിരെ. കാരണം ആ ഒരു പ്രശ്നം കൊണ്ടുവന്ന ആള് തന്നെ അത് നേരെ തിരിച്ചു. ആൻഡ് ആദില വാസ് സപ്പോർട്ടിങ് ഭയങ്കരമായിട്ട് റിയാസിനെ ആ വേസ്റ്റ് കൊണ്ടിട്ട സമയത്താണെങ്കിലും. അയ്യോ, അതിൽ കാണിച്ച ഏറ്റവും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവളാണ് ഏറ്റവും വലിയ സാധനം ചെയ്തത്. ഒരു മാസ്കിന്റെ അത് കുറെ പൊടി കൊണ്ടുവന്നിട്ട് ആ കാർപ്പറ്റ് ഇട്ട്, ഒരു കാർപ്പറ്റിൽ പൊടി വീണാൽ എങ്ങനെ എത്ര പാടം എടുക്കാൻ നമുക്കറിയാം. വാക്യൂം പോലും ഇല്ല, ചൂല് വെച്ച് പോലും വരത്തില്ല, കൈ കൊണ്ട് പറക്കി എടുക്കണം. അതെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്നതായിരുന്നു നോമിനേഷൻ ചെയ്ത്. അതാണ് നിങ്ങൾ ഇനി കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോ എല്ലാരും കൂടി സംസാരിക്കുവാണ്. ആദില, നൂറ, നമ്മുടെ ഈ കാര്യം ഞാൻ സംസാരിച്ചോട്ടെ. അല്ല, അതിനിടയ്ക്ക് ഷാനവാസ് കിച്ചണിൽ നിന്ന് പറഞ്ഞു, ഇനി ബാക്കിയുള്ളത് നാളെ തരാമെന്ന്. ഇന്ന് എന്റെ കണ്ടന്റ് ഇനി ബാക്കിയുള്ള നാളെ അറിയാം എന്തൊക്കെ പറയാൻ വേണ്ടി പോകുന്നതെന്ന്. കിച്ചണിൽ പറഞ്ഞു നാളെ. അതെ, അത് കഴിഞ്ഞ് ഇവര് രാത്രിയല്ലോ വെളുപ്പല്ലോ 45 ഇത്രയുമായിട്ട് അലക്കണല്ലേ, കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം കേട്ടോ. അതെ, അപ്പൊ അനുമോള്, ആദില, നൂറ ആൻഡ് ഷാനവാസ് ആണ് ആ വെളിയിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അനുവാദം തന്നെ എന്തുകൊണ്ടാണ് ഇവൻ ആ ക്യാമറയിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു,
ഞാൻ വൃത്തികെട്ട കാർഡ് ഇറക്കി എന്നുള്ളത് മറ്റേ ആദില പറഞ്ഞു. എനിക്കത് എന്താണെന്ന് അറിയണം ബിഗ് ബോസ്. അനുമോള് ശരിക്കും വെറുതെയാണ് ഇരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കാര്യം കേൾക്കണം. അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. അനുമോൾ ഒരു സ്ലീപ്പർ സെൽ പോലെയാണ്. ഇപ്പൊ എല്ലാം നിന്ന് മറ്റേ സൗമ്യാനെ പോലെ വാച്ച് ചെയ്യണോ, ഇങ്ങനെയൊക്കെയാണല്ലോ വീട്ടിൽ സംഭവിക്കുന്നത്. ഞാൻ ആവശ്യത്തിൽ പ്ലാച്ചി എന്റെ അടുത്ത് കരഞ്ഞായിരുന്നു 5 ദിവസത്തേക്കുള്ള കണ്ടന്റ്. അതെ, അപ്പൊ അതായിരുന്നു ആ ഒരു സംഭവം. ആൻഡ് ആദില നൂറ ഭയങ്കരമായിട്ട് പിന്നെയും ഷാനവാസിനോട് അലക്കി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഷാനവാസ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രാവിലെ അനീഷിനെ വിളിച്ചു വരുത്തി ഗോസിപ്പിന്റെ കാര്യം ചോദിച്ചില്ലേ, അപ്പൊ ആദിൽ ആ റൂമിൽ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടും എന്താ അനീഷ് വേറെ കാര്യം പറഞ്ഞപ്പോ പിന്നെയും ഗോസിപ്പ് പറയാൻ ആദില തന്നെ പിന്താങ്ങിയില്ലേ. യെസ്, ഷാനവാസിന് ക്ലിയർ ഐഡിയ ഉണ്ട് ഇവർ യൂസ് ചെയ്യായിരുന്നു. എന്താണ് അത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായി, വൃത്തികെട്ട കാർഡിൽ നിങ്ങൾ ലോക്കാണ്, നീ ലോക്കാണ്. അങ്ങനെ നീ ലോക്കായി നിൽക്കുമ്പോൾ നിന്നെ ലോക്കാക്കി ഇടാനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ സമ്മതം. ആൻഡ് അവർ അവസാനം ഇങ്ങനെ പറഞ്ഞു വന്ന് ഷാനവാസിന്റെ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ആദില നൂറ പിന്നെയും തിരിഞ്ഞു. ഇക്ക അത് പറയണോ, ഇക്ക ഇങ്ങനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണോ ഇക്ക. ഓ മൈ ഗോഡ്, ആദില നൂറ. എന്നിട്ട് ഷാനവാസ് പാത്രം കഴിക്കൊണ്ടിരിക്കുക കിച്ചണിൽ. അപ്പൊ നൂറ പോയെന്നിട്ട് പറയോ ഞാനും സഹായിക്കാം. അപ്പൊ ഷാനവാസ് ഇത് എന്റെ പണിയല്ലേ, അവള് വീണ്ടും കഴിവിക്കൊണ്ടിരിക്കുക, സഹായിക്കാന്ന്. അങ്ങനെ വീണ്ടും അവരോട് പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് നാളെ ലാലേട്ടൻ എപ്പിസോഡിൽ കാണാം. ലാലേട്ടൻ എടുത്ത് വറുക്കോ കറി വെക്കോ പുഴുങ്ങോ അല്ല അടിച്ചു കളയോ എന്തോന്ന് അറിയുന്ന എനിക്ക് അറിയത്തില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണാൻ പറ്റും. അതെ, അപ്പോ അതായിരുന്നു ഇന്നത്തെ ഇത്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ കുട്ടി റോസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.